ഞാൻ ഡോക്ടർ ബി ജയപാൽ, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ആൻഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷൻ. ഇന്ന് നമ്മൾ ഒരു സാംക്രമിക രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും മധ്യത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കിടയിൽ നമുക്കിതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷന്റെ ഒരു ഇമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഞാനും എൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടർ മോഹൻ ടി ഷെണോയും ഇന്ന് നമ്മുടെ ഈ ഡിസ്കഷനിലേക്ക് ചേരുന്നതാണ്. ഇതിനു പുറമെയായി ഡയറ്റീഷ്യനായിട്ട് അല്ലെങ്കിൽ ന്യൂട്രീഷണലിസ്റ്റായിട്ട് ശുഭശ്രീ ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എന്താണ് നമ്മൾ ഇമ്മ്യൂണിറ്റി പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രോഗത്തിന് ഇന്നത് വരെ ഒരു മരുന്ന് ഇറക്കി അതിനെ കരപരയത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പ്രകൃതിദത്തമായ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ, ദാറ്റ് ഈസ് ക്ലോറോക്കിൻ സിങ്കോണ ആൽക്കലോയിഡ് ഗ്രൂപ്പിൽപ്പെട്ട ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ഉപയോഗിച്ചാണ് മിക്ക രോഗികളെയും ചികിത്സിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഭംഗം വരുമ്പോഴാണ് നമ്മൾ അടുത്ത ലൈനിലേക്കുള്ള ഫ്ലാവിപിറാവിർ അല്ലെ ഫ്ലാവിഫ്ലൂ എന്ന മരുന്നിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്തു തന്നെ ആയാലും നമ്മൾക്ക് ഒരു പ്രകൃതിദത്തമായ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 3 പേരുടെയും പരിശ്രമത്തിൽ ഒരു ഡ്രിങ്ക് കൊണ്ടുവരികയാണ്. ആ ഡ്രിങ്ക് കൊറോണയ്ക്ക് മാത്രമല്ല എല്ലാ വൈറസുകൾക്കും ഉപയോഗിക്കുന്നതാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് കൊറോണയ്ക്ക് ഒന്നും ചെയ്യാനുള്ളതല്ല, ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഏത് വൈറസ്, ജലദോഷപ്പനി വന്നാലും, ചെറിയ വൈറൽ H1N1 വന്നാലും, ഡെങ്കുപ്പനി വന്നാലും ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ദോഷമില്ലാത്ത മരുന്നാണ്. ഇതിന്റെ ഉത്ഭവം തന്നെ നമ്മുടെ സഹ്യാദ്രി പർവ്വതത്തിന്റെ കീഴിലുള്ള വൃക്ഷങ്ങളുടെ ഇടയിൽ കിടക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വികസിച്ചെടുത്തു. അതിനെ ഞങ്ങൾ ഇഞ്ചിയും സിഞ്ചീബർ എന്ന് പറയുന്ന ഒരു ദിവ്യ ഔഷധമായിട്ടാണ് ആയുർവേദം നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷെ നമ്മളെ ഇഞ്ചിയും ഇത്രയും മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ കുർക്കുമിനാണ്. ആൻഡ് കുരുമുളക് ഭയങ്കര ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് പ്രകീർത്തിച്ച് നടക്കുന്ന ഒരു ഔഷധമാണ്. അതും നമ്മുടെ ശുദ്ധജലം, ഞാൻ ഉദ്ദേശിക്കുന്നത് ആൽക്കലൈൻ വാട്ടറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലൈൻ വാട്ടറിൽ ബാക്ടീരിയയും വൈറസും സർവൈവ് ചെയ്യൂല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് പറയുന്നത്. സാധാരണ വെള്ളത്തിൽ കലക്കിയാൽ മിക്കവരും അസിഡിക്കാണ്. അതുകൊണ്ട് ആൽക്കലൈൻ വാട്ടറിൽ ഇത് ഒരു ഡ്രിങ്കായിട്ട് നമ്മുടെ ശുഭശ്രീ അത് നന്നായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇനി എൻ്റെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡയബറ്റീസ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോക്രിനോളജിസ്റ്റ് മോഹൻ ടി ഷെണോയി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഇതിൽ പ്രഗത്ഭരാണ്. ഈ വൈറസ് എൻ്റെ ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തോടാണ്, എങ്ങനെയാണ് ഈ കൊറോണയും പ്രമേഹ രോഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് അദ്ദേഹം നിങ്ങളോട് പറയുന്നതാണ്. രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രമേഹവും കൊറോണയും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? എൻ്റെ മൂന്നാമത്തെ ചോദ്യം, എന്തെല്ലാം ആഹാരങ്ങൾ, ഇതെല്ലാം സാമാന്യമായ നമ്മുടെ സമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങളാണ്, എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം? അദ്ദേഹം നമ്മുടെ കൂടെ ഒപ്പമുണ്ട്. അതിനെപ്പറ്റി ദീർഘമായിട്ട് സംസാരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മോഹൻ ഷെണോയ്, എൻഡോക്രിനോളജിസ്റ്റ് ആണ്, ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഡയബറ്റീസ് കൊറോണ പേഷ്യൻസിലും കൊറോണ വന്ന ഡയബറ്റീസ് പേഷ്യൻസിലും തമ്മിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഡോക്ടർ ജയപാൽ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഡയബറ്റീസ് മരുന്നുകൾ മോഡേൺ മെഡിസിനിലും ഉണ്ട്, എല്ലാവിധ മെഡിക്കൽ സയൻസിലുള്ള വേറെ വിഭാഗങ്ങളിലും അതുണ്ട്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ പ്രതിരോധ ശേഷി പൊതുവെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. കോംപ്ലിക്കേഷൻസ് ഏറിയ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് അത് വളരെ അധികം തോതിലുള്ള ബുദ്ധിമുട്ട് വരാം. ഡയബറ്റീസിൽ വരുന്ന ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ പ്രതിരോധ ശേഷിക്ക് ബുദ്ധിമുട്ട് അവരുടെ ഗ്ലൂക്കോസ് വ്യതിയാനങ്ങളാണ്. ഗ്ലൂക്കോസിന്റെ ഒരു വാല്യൂ മാത്രമല്ല അതിൽ മുഖ്യം, അതിൽ ഫാസ്റ്റിംഗ് മാത്രമല്ല പോസ്റ്റ് പ്രാൻഡിയൽ, അതായത് ഫുഡിന് ശേഷമുള്ള ഷുഗർ കൺട്രോളും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് കാണുന്നതാണ് ഒബിസിറ്റി, പൊണ്ണത്തടി. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൽ പൊണ്ണത്തടിയും കൂടി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുമ്പോൾ അവരിൽ വരുന്ന പൊണ്ണത്തടിയും കൂടി വന്നു കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് ഹോർമോൺ വ്യതിയാനങ്ങളും സംഭവിക്കാം. ഇതെല്ലാം കൊണ്ടും നമ്മൾ പഠിച്ച വിഷയമാണ് ഡയബറ്റിക് പേഷ്യൻസിൽ ഇത് കോംപ്ലിക്കേഷൻസും കൂടുതലാണ്, കൊറോണ കാരണം വരുന്ന പ്രതിരോധ ബുദ്ധിമുട്ടുകളും അവരിൽ കൂടുതൽ അനുഭവപ്പെടുന്നു.
ഇത് ഒരു പല പഠനങ്ങളിൽ നിന്നും പഠന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ വിഷയമാണ്. ഈയിടെ ഇന്ത്യയിൽ വന്ന ഒരു പഠനത്തിൽ പലവിധ മരുന്നുകൾ ട്രൈ ചെയ്തെങ്കിലും ഒരു മരുന്ന് പോലും ഡയബറ്റിക് പേഷ്യൻസിൽ സേഫ് ആണ് എന്ന് പറയുന്നത് മെറ്റ്ഫോമിൻ എന്ന മരുന്ന് മാത്രമാണ്. മെറ്റ്ഫോമിൻ നമ്മൾ എല്ലാവരും ഓറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ്. അതിന് തന്നെ കൊറോണ വൈറസ് വന്ന രോഗികളിൽ പ്രതിരോധശേഷി തന്നെ കൂടിയായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. പിന്നീട് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാൻ വേണ്ടി ടൈപ്പുള്ള ഇൻസുലിൻസും ഡെവലപ്ഡ് ആണ്. പിന്നെ പലവിധം നൂതനമായ വന്ന SGLT2 ഇൻഹിബിറ്റേഴ്സ് പൊതുവെ ഡയബറ്റിക് രോഗികളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, കൊറോണ വന്ന രോഗികളിൽ. എന്തു തന്നെയായാലും നിങ്ങളുടെ അടുത്തുള്ള ഒരു എൻഡോക്രിനോളജിസ്റ്റ് അല്ലെങ്കിൽ ഡയബറ്റിസ് സ്പെഷ്യലിസ്റ്റ് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ തുടർ ചികിത്സയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ അതിൽ ശാസ്ത്രീയമായുള്ള ഭക്ഷണക്രമം എന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് സമീകൃതമായ ഒരു ബാലൻസ്ഡ് ഡയറ്റ്. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചാൽ അതിൽ പ്രോട്ടീൻസ് കാണണം, ഫൈബർ കണ്ടന്റ് കാണണം, പിന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും കാണണം. ഫാറ്റിന്റെ അളവ് മിതമായി വെക്കുന്നതായിരിക്കും ഉത്തമം. പിന്നീട് നമ്മളിപ്പോൾ ഓണത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഓണത്തിൽ നമുക്കറിയാം എല്ലാവർക്കും സാമൂഹികമായിട്ടും എല്ലാവരും നമ്മുടെ കൂടെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് ആഘോഷമാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന സോപ്പിട്ടും മാസ്ക് ഇട്ടും ഗ്യാപ്പ് ഇട്ട് നമ്മൾ സഹകരിക്കുന്നതാണ് ഉത്തമം. കാരണം കൊറോണ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും സഹജീവിക്കാൻ സാധിക്കണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യന് അനിവാര്യമായ ഒരു ഘടകമാണ് അല്ലെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അനുയോജ്യമായ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഹെൽത്ത് ഡ്രിങ്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അത് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് കുർക്കുമിൻ പൗഡർ. ഇത് മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് കുർക്കുമിൻ പൗഡർ, മഞ്ഞളിലെ പ്രധാന ഘടകം. ഇത് മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു പൗഡറാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് പകരം കുർക്കുമിൻ പൗഡർ എടുക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുർക്കുമിൻ പൗഡർ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കിന് ഏകദേശം 100 മില്ലിഗ്രാമോളം കുർക്കുമിൻ പൗഡർ ആവശ്യമായി വരുന്നത് കൊണ്ടാണ് കുർക്കുമിൻ പൗഡർ തന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പുറത്ത് മാർക്കറ്റിൽ ലഭ്യമാവുകയും നമ്മുടെ ക്ലിനിക്കിൽ ഇത് അവൈലബിളും ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടന്റ് എന്താണെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് വേണ്ടതാണ് ചെറുനാരങ്ങയുടെ നീരാണ് നാം ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങ നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി റിച്ച് ആണ്. വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പിന് വളരെയധികം ഉപയോഗപ്രദമായ ഒരു ന്യൂട്രിയന്റ് ആണ്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങയുടെ കൂടെ അടുത്ത് വേണ്ടത് എന്താണെന്ന് നോക്കാം. അടുത്ത് നമുക്ക് വേണ്ടതാണ് നെല്ലിക്ക. നമ്മൾ ഇതൊരു വലിയ നെല്ലിക്ക ആയതുകൊണ്ട് ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ ഹാഫ് പോർഷനാണ് നമ്മൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക നമുക്ക് വേണ്ടതാണ്. നെല്ലിക്ക നമുക്കറിയാം വൈറ്റമിൻ ഇ, കെ എല്ലാം റിച്ച് ആണ് നെല്ലിക്ക. അപ്പോൾ നമുക്ക് നെല്ലിക്ക മാറ്റിവെക്കാം. അടുത്ത കണ്ടന്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നാം എല്ലാ ദിവസവും കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഗാർലിക്, അതായത് വെളുത്തുള്ളി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി നമ്മൾ 200 ml ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ചതച്ചതോ മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം വെളുത്തുള്ളിയിലുള്ള അലിസിൻ അത് റിലീസ് ചെയ്യണമെങ്കിൽ വെളുത്തുള്ളി നാം ചതച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വെളുത്തുള്ളിയിലുള്ള അലിസിനാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രയോജനകരമായ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ 5ാമത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇഞ്ചി അഥവാ ജിഞ്ചർ. നമ്മൾ സ്ഥിരമായി വീട്ടിൽ മസാലകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതും നമ്മൾ തേടി പുറത്തു പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലെ കിച്ചണിൽ തന്നെ ഉള്ള സാധനമാണ്. പക്ഷെ ഇത്രയും ഒന്നും ഇഞ്ചിയുടെ ആവശ്യമില്ല. അത് നമ്മൾ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയും. ഇഞ്ചിക്കകത്തുള്ള ജിഞ്ചറോളാണ് നമുക്കിതിന് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. അപ്പോൾ നമുക്ക് ഇതും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ 5 ഘടകങ്ങൾ കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് പൗഡേഴ്സ് ആക്കാനുള്ള ചില പ്രോഡക്ട്സ് ആണ്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് അടുത്ത് നമുക്ക് വേണ്ടതാണ്
കുരുമുളക് നമുക്കറിയാം എല്ലാവരുടെയും കിച്ചണിൽ എപ്പോഴുമുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് കുരുമുളക് ഈ ഫോമിലല്ല വേണ്ടത്, കുരുമുളക് പൗഡറിന്റെ ഫോമിലാണ് വേണ്ടത്. അത് എക്സ്പെഷ്യലി ബ്ലാക്ക് പെപ്പർ ആണ് നല്ലത്. കാരണം നമ്മുടെ കുർക്കുമിൻ അബ്സോർബ് ചെയ്യാൻ ബോഡിക്ക് ബ്ലാക്ക് പെപ്പർ ആവശ്യമാണ്. ബ്ലാക്ക് പെപ്പറിനകത്തുള്ള പെപ്പറൈൻ എന്ന് പറയുന്ന ഘടകം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇമ്മ്യൂൺ ഡ്രിങ്കിന്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഉലുവ. ഉലുവ നമ്മളുടെ എല്ലാം അടുക്കളയിൽ എപ്പോഴും ഉള്ളതാണ്. നമുക്കറിയാം ഡയബറ്റിക്കിന് വേണ്ടിയിട്ട് ഹോംലി മെഡിസിൻ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉലുവ. അപ്പോൾ ഇതിന്റെ പൗഡറും നമുക്ക് ഇതിനാവശ്യമാണ്. പിന്നെ നമുക്ക് ആവശ്യമാണ് കരിഞ്ജീരകം. ഇത് റയർലി ആണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് കരിഞ്ജീരകം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ബ്ലാക്ക് ക്യുമിൻ സീഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് പൗഡേർഡ് ഫോമിൽ ആവശ്യമാണ്. അപ്പോൾ ബ്ലാക്ക് ക്യുമിൻ സീഡ് മേടിച്ച് നമുക്ക് പൗഡർ ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടാതെ നമ്മുടെ വീടുകളിൽ ഏറ്റവും സുലഭമായിട്ടുള്ള സാധനമാണ് കറുവാപ്പട്ടയുടെ പൊടി. സിനമൺ എന്ന് പറയുന്ന കറുവാപ്പട്ടയുടെ പൊടി നമുക്ക് വളരെയധികം ഈ ഡ്രിങ്കിന് നമുക്ക് ആവശ്യമായ ഒരു ഘടകമാണ്. ഇനി നമുക്ക് അധികം എസെൻഷ്യലി അല്ലാത്തതാണെങ്കിൽ, എന്നാൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഘടകമാണ് തുളസിയില. ഞാൻ അത് പ്രത്യേകം പറയുന്നത്, ഇതൊരു നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്ന തുളസി ചെടി ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഡ്രിങ്ക് ഉപയോഗിക്കാനായിട്ട് തുളസിയില ഉപയോഗിക്കുക. നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന തുളസിയില നമുക്ക് ഈ ഡ്രിങ്കിന് ഉപയോഗിക്കേണ്ട ആവശ്യകതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തുളസിയില ഒരു ഓപ്ഷണലാണ്. അപ്പൊ ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയ തുളസിയില ആയതുകൊണ്ട് ഞാനിത് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉൾപ്പെടുത്തും. അപ്പൊ നമുക്കിത് 2 ഫോമിൽ പ്രിപ്പയർ ചെയ്യാം. ഇത് ഏതൊക്കെയാണ് 2 ഫോം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്നല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാമെന്ന്. അപ്പൊ നമുക്കിത് ആദ്യം റോ ആയിട്ട് ഉണ്ടാക്കുന്ന രീതി നോക്കാം. അപ്പൊ അതിന് വേണ്ടത് ഒരു പകുതി നെല്ലിക്ക, ഒരു അല്ലി വെളുത്തുള്ളി. ഒരല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ ഒരു 200 ml ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 തുളസിയില. ഞാൻ പറഞ്ഞു തുളസിയില ഓപ്ഷണലാണ്, വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ തുളസിയില എടുക്കാവൂ. അപ്പോൾ ഇത് 4ഉം കൂടി നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു പീസിലാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിനെ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് ഇതിന്റെ ചാറെടുക്കുക. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ വലിയ ജ്യൂസർ ജാറല്ല ഉപയോഗിക്കേണ്ടത്, നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജാറ് വേണം ഉപയോഗിക്കാൻ. അതിനകത്തൊരു 2 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചാറ് കിട്ടും. എന്നിട്ടാണ് നമ്മൾ ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു മിശ്രിതം ഇതുപോലെ കിട്ടും. നമ്മൾ ഈ ഇതുപോലെ കിട്ടുന്ന ഈ മിശ്രിതം നമ്മൾ ഈ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, നെല്ലിക്ക, തുളസിയില. അപ്പോൾ ഇത് നമ്മൾ നിശ്ചിതമായ ആ അളവിലെടുത്ത് അത് നമ്മൾ ഈ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ലെമൺ ജ്യൂസ് ആണ്, നാരങ്ങ നീര്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ നാരങ്ങയുടെ 2 ടീസ്പൂൺ നീരാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ നാരങ്ങ നീര് ഇത് നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുർക്കുമിൻ പൗഡർ, അതുപോലെ തന്നെ കരിഞ്ജീരകം പൊടി, ഉലുവ പൊടി, ബ്ലാക്ക് പെപ്പർ പൊടി, അതുപോലെ തന്നെ കറുവാപ്പട്ട പൊടി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയത് കുർക്കുമിൻ പൗഡറാണ്. അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപയോഗിക്കുന്നു. 1/2 ടീസ്പൂൺ ആയിട്ട് നമ്മൾ കുർക്കുമിൻ പൗഡർ ഇതിലേക്ക് ഇടുന്നു. അത് കൂടാതെ 1/4 ടീസ്പൂൺ, ഏകദേശം ഇത്രയും മതിയാവും, കരിഞ്ജീരകപ്പൊടി, അതുപോലെ തന്നെ കറുവാപ്പട്ട പൊടി 1/4 ടീസ്പൂൺ, ഉലുവ പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൽ അല്പം കൂടുതലായിട്ട് നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നോർമലി ഈ ചെറിയ ചൂട് വെള്ളത്തിലാണ് ഇത് എടുക്കുന്നത്. നമ്മൾ നോർമലി ഇത് കുർക്കുമിൻ വാട്ടർ സോലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മിക്സായി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് നമുക്കിതിനെ മിക്സർ ജാറിൽ ഒന്നുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ല കളേർഡ് ആയിട്ട് നല്ല ഒരു ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്തിന് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 200 ml ആണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയില്ല, നമുക്കിനി ബാക്കി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നമ്മുടെ ആവശ്യമായ ക്വാണ്ടിറ്റിയിലുള്ള ഡ്രിങ്ക് ആയിട്ട് മാറും. അപ്പോൾ നമ്മളിതിനകത്ത് കുറച്ചുകൂടി എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലൂക്ക് വാം വാട്ടർ, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത് ആൽക്കലൈൻ വാട്ടർ അല്ലെങ്കിൽ കണ്ടൻഡ് വാട്ടർ. ആൽക്കലൈൻ വാട്ടർ എന്ന് പറയുന്നത് നോർമൽ വാട്ടറിന്റെ pH
കൂട്ടി, അതായത് 7-ൽ നിന്നും കൂട്ടി 8-ലോ 9-ലോ ഒക്കെ ആക്കി എടുക്കുന്നതാണ് ആൽക്കലൈൻ വാട്ടർ. അത് കൺകൺ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വെള്ളം, അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തന്നെ അതിന്റെ pH വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ വെള്ളം, ചൂടുവെള്ളം, അതായത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കുന്ന ലൂക്ക് വാം വാട്ടറാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ റോ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പൗഡേഴ്സ് ഒക്കെ രണ്ടാമത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ പൗഡേഴ്സ് എല്ലാം ഇങ്ങനെ പോവും, സ്ട്രെയിനറിൽ കൂടി പുറത്തു പോകും. അപ്പൊ അത് പോകാതിരിക്കാനാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം സ്ട്രെയിനേഴ്സ് ഉപയോഗിക്കാതെ നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടി നന്നായിട്ട് മിക്സ് ആവണമെങ്കിൽ നമുക്കൊന്ന് ജാറിലിട്ട് നന്നായി അടിച്ചെടുത്താൽ ഇത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് ഒന്നുകൂടി നോക്കാം. അപ്പൊ നമ്മൾ മിക്സർ നന്നായിട്ട് അടിച്ചെടുത്ത് സ്ട്രെയിൻ ചെയ്യാതെ നമ്മൾ ഈ കപ്പിൽ ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റോ ആയിട്ടുള്ള ഫോമിലുള്ള നമ്മുടെ ഇമ്മ്യൂൺ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മളിത് എങ്ങനെ കുക്ക് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് റോയുള്ള ഫോമാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ലെമൺ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഒരു ഹാഫ് ലെമണോളം വേണ്ടി വരും. ഒരു മീഡിയം സൈസ് ലെമണിന്റെ ഹാഫ് ലെമൺ വേണം. അപ്പൊ നമ്മൾ അതിനെ ഒരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇടുന്നു. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ അതേ കാണിച്ച ഫോമിൽ തന്നെയാണ് ജിഞ്ചറും അതുപോലെ തന്നെ ഗാർലിക്കും. പക്ഷെ നമ്മൾ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്താൽ മാത്രമേ അതിനകത്തുള്ള അലിസിൻ റിലീസ് ചെയ്യത്തുള്ളൂ എന്നല്ലേ. അതും നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് കൂടാതെ നമ്മൾ ഒരു 5 നമ്പേഴ്സ് ഓഫ് തുളസി ഇലയും നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിന് കൂടെ നമ്മൾ ലെമൺ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇടാൻ പോകുന്നതാണ് നമ്മുടെ ആംല നെല്ലിക്ക നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഓരോ മൈന്യൂട്ട് ഗ്രാനുൾസിൽ നിന്നും അതിൻ്റെ ചാറ് നമുക്ക് ഇറങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതും ഇതിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ മൊത്തം നമുക്ക് വേണ്ടത് 200 ml ജ്യൂസാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു 150 ml വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. 150 ml വെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ വറ്റിച്ച് ഒരു 100 ml ആക്കി മാറ്റും. അപ്പോൾ നമുക്കതൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരുമ്പോൾ നിങ്ങളൊരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതിനകത്ത് ഈ ലെമൺ, അതുപോലെ തന്നെ നെല്ലിക്ക, അതുപോലെ തന്നെ ജിഞ്ചർ, ഇതെല്ലാം ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അതിൻ്റെ ആ ഒരു സത്ത് മൊത്തവും നമുക്ക് ആ ജ്യൂസിലെ മൊത്തവും അതിനകത്ത് നമുക്ക് ആ വെള്ളത്തിൽ കൂടി കിട്ടും. കാരണം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് കളയേണ്ടതല്ലേ, വേസ്റ്റ് നമുക്ക് വേണ്ടല്ലോ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റോ ആയിട്ട് എടുത്തതിന് നമ്മൾ ലെമൺ ജ്യൂസാണ് ഉപയോഗിച്ചതെങ്കിൽ കുക്ക് ചെയ്യുന്ന ലെമൺ വിത്ത് സ്കിന്നാണ്, നമ്മൾ തോടോട് കൂടി ലെമണാണ് ഇടുന്നത്. ഇതാ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 50 milligram ഓഫ് നമുക്ക് കുർക്കുമിൻ പൗഡറോടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബാക്കി കുർക്കുമിൻ പൗഡർ നമുക്കിത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കുറച്ച് കുർക്കുമിൻ പൗഡർ കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്ത ജ്യൂസ് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 50 milligram ആണ് കുർക്കുമിൻ പൗഡർ ഇട്ട, ബാക്കി 50 milligram കുർക്കുമിൻ പൗഡറും അത് കൂടാതെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാർഡമൻ പൗഡർ, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ കുക്ക് ചെയ്ത ഫോമിലുള്ള ഹെൽത്ത് ഇമ്മ്യൂണിറ്റി ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഫോമിലാണ് ഇത് കുക്ക് ചെയ്തത്. ഒന്ന് നമ്മൾ റോ ഫോമിൽ, രണ്ടാമത് നമ്മൾ കുക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 1/2 hour മുമ്പ് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഇത് കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഇമ്മ്യൂൺ ഡ്രിങ്ക് ആണ് നിങ്ങൾ ഇത്രയും നേരം അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷൻ പേട്ടയിലാണ് ഇതിൻ്റെ സ്ഥാപനം. അപ്പോൾ അവിടെ വന്നാൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിനെ പങ്കാളിയാകേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരെയും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.